ഇസ്രായേൽ ഖത്തറിലേക്ക് മിസൈൽ വിട്ടത് ഒളിച്ചു നിന്നല്ല എന്ന താങ്കളുടെ വാദം എങ്ങനെ ശരിയാവും? യുദ്ധമര്യാദകൾ പാലിച്ചുകൊണ്ട് ഖത്തറിനെ മുൻകൂട്ടി അറിയിച്ച ശേഷം നേരിട്ട് ആക്രമിക്കുകയായിരുന്നില്ലല്ലോ. ഒന്ന്, ഖത്തറിനെ ആക്രമിച്ചിട്ടില്ല. ഇത് സാങ്കേതികമായിട്ടാണല്ലോ നിങ്ങൾ മുഴുവൻ സംസാരിക്കുക. ഞാൻ സാങ്കേതികമായിട്ട് പറയാം. ഒന്ന്, ഖത്തർ വാസ് നോട്ട് അറ്റാക്ട്. ഖത്തറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടെ ഇരിക്കുന്ന ഈ ഇവിടെ വന്ന ഹമാസ് ഭീകരന്മാരെ അടിച്ചു കഴിഞ്ഞാൽ ഖത്തറിനെ അടിച്ചു എന്ന് കരുതത്തത്ര ഓളം എന്തായാലും ഇസ്രായേലിനോ നമുക്ക് ആർക്കും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ അങ്ങനെയാണ് ഇന്ത്യ പിന്നെ പഹൽഗാമിന് കാരണക്കാരായിട്ടുള്ള ഭീകരന്മാരെ അവരെ താവളങ്ങളിൽ ആക്രമിച്ചത് പാകിസ്ഥാനെ ആക്രമിക്കലാണോ? ആണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഒന്നത്. പക്ഷെ ഇന്ത്യ അവിടെ ചെയ്തതിനേക്കാൾ നിങ്ങൾ അതെന്ത് പറയുന്ന അറിയില്ല. നിങ്ങൾ ആരാണിത്? അനി അത് സമ്മതിക്കേണ്ടി വരും. ഇനി സമ്മതിച്ചാലും കാര്യമില്ല. കാര്യം ഇന്ത്യ അവിടെ ചെയ്തപ്പോ കുറെ അധികം ആൾക്കാർ കൊല്ലപ്പെട്ടു. ആരാ കൊല്ലപ്പെട്ടത്? 10-70 പേര് 100 പേര് കൊല്ലപ്പെട്ടെന്നാണ് ഇന്ത്യയുടെ ക്ലെയിം. 70-75 പേര് പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. മൗലാന അസദ്, ആ പുള്ളിയുടെ ഒരു കുടുംബത്തിൽ തന്നെ 20 പേര് സ്ത്രീകളും കുട്ടികളും അടക്കം കൊല്ലപ്പെട്ടു. അതിനെക്കുറിച്ച് ഇന്നലെ ഒരു ഭീകരൻ കിടന്ന് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ഞാൻ എക്സിൽ കണ്ടതാണ്. അപ്പം ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെ ആകെ സംഭവിച്ചിട്ടുള്ള ഈ പറയുന്ന 5 പേര് കൊല്ലപ്പെട്ടു. ഹമാസുകാരാണ്, നല്ല ഹമാസുകാരാണ്. പിന്നെ ഒരു 5 പേരുടെ കാര്യമുണ്ട്. അവന്മാരെ എവിടെയാണെന്ന് അറിയില്ല. വേറെ ഒരു 6ാമത് അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് വേറെ വന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. വീഡിയോയിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതെന്താ നമുക്കറിയില്ല. എന്തായാലും ഈ പറയുന്ന ഹയ്യ ഒന്നും ഇതുവരെ ഒരു സയൻസും ഇല്ല. ചൊവ്വയിൽ ജീവൻ ഉണ്ടെന്നപ്പോൾ ഒരു സൈൻ വന്നിട്ടുണ്ട്. അത് 1 വർഷം ശേഷം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഹയ്യ അതുപോലെ തന്നെ പിന്നെ ഈ ടീമുകളൊക്കെ എവിടെയാണ്, എന്താണ്, ശബ്ദവും ഇല്ല, വാക്കും ഇല്ല, ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. ഈ ഭീകരന്മാരെയാണ് ലക്ഷ്യമിട്ടത്. അതാണ് ടാർഗറ്റഡ് ബോംബിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? ഇത് തന്നെ അല്ലേ ഡമാസ്കസിലെ ചെയ്തിട്ടുള്ളതും ലെബനിൽ ചെയ്യുന്നതും ഇത് തന്നെയാണ്. ടാർഗറ്റഡ് ബോംബിംഗ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ രാജ്യത്തിന് ഭീഷണി, തങ്ങളുടെ ഇസ്രായേൽ പൗരന്മാരെ വധിക്കുന്ന ടീമിനെ നിങ്ങൾ ശിക്ഷിക്കുക. നിങ്ങൾ അവർ ഹേവൻ ഒരുക്കുകയാണെങ്കിൽ അവിടെ വന്ന് അവരെ കൊല്ലുക. അപ്പൊ പിന്നെ ഒരു കൊളാറ്ററൽ ഡാമേജ് ഇത് ഖത്തറുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ സെക്യൂരിറ്റി പേഴ്സൺ കൊല്ലപ്പെട്ടതാണ്. ഇപ്പൊ ഖത്തർ പറയുന്നുണ്ട് ഇസ്രായേൽ ഒരു മാപ്പ് പറഞ്ഞാൽ ഞങ്ങൾ ഇത് സോൾവ് ആക്കാം, ഞങ്ങൾ വീണ്ടും ബന്ധി ചർച്ച എടുക്കാം. ഈ ബന്ധി ചർച്ചയുടെ കാര്യത്തില് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഇസ്രായേലിന് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഗാസയുടെ കാര്യത്തില്. എന്നാൽ ഇസ്രായേലിനുള്ളിൽ തന്നെ ഈ ബന്ദികളുടെ ബന്ധുക്കൾ വലിയ തോതിലുള്ള ഇതുണ്ടാക്കുക. ഇസ്രായേലിന് പലതരത്തിലുള്ള പ്രഷറാണ്, അകത്തെ പ്രഷർ, പുറത്തെ പ്രഷർ എല്ലാം ഉണ്ട്. അപ്പം ഈ ബന്ധി ചർച്ചയിലേക്ക് ഖത്തർ വരുന്നെങ്കിൽ അത് എന്താണ് അതിന്റെ അടിസ്ഥാനം? അത് ഇസ്രായേലിന് വേണ്ടിയുള്ള, ഇസ്രായേലിന് വേണ്ടി അവരൊന്നും ചെയ്യില്ല. ഇസ്രായേലിനെതിരായിരിക്കും അവരുടെ എല്ലാ നിയമങ്ങളും. അവരെ പ്രധാനമന്ത്രിയൊക്കെ കുറെ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇനി ഖത്തർ വീണ്ടും വരണം. ഖത്തറിന് എന്താ വേണ്ടുന്ന ഒരു വൈറ്റ് ഭാഷ, ഇസ്രായേല് മാപ്പ് പറയണം. ഇസ്രായേൽ മാപ്പ് പറയേണ്ടത് എന്തായാലും ഹമാസ് ഭീകരന്മാരെ വേട്ടയാടിയതിന് ഇസ്രായേൽ മാപ്പ് പറയേണ്ടതല്ല. ഖത്തറിനെ എന്തായാലും ആക്രമിക്കും. ഖത്തറിനെ ആക്രമിക്കണേ എന്തെല്ലാം ആക്രമിക്കും. നമ്മുടെ എയർബേസും അതും ഇതും കാര്യങ്ങളും ഈ താനി ഉൾപ്പെടെയുള്ള ടീമുകളാണ്, അതാണ് ഖത്തറിനെ ആക്രമിക്കുക എന്ന് പറയുന്നത്. ഇത് അങ്ങനെയല്ല, എന്നാലും വയലേഷനാണ്, അന്താരാഷ്ട്ര നിയമങ്ങളുടെ വയലേഷൻ ആണെന്ന് ചോദിച്ചാൽ വയലേഷൻ ആണ്. അത് തന്നെ ആദ്യത്തെ ലൈവിൽ തന്നെ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വയലേഷൻസ് നടക്കുന്നുണ്ട്. അതിപ്പോ ഞാൻ പറഞ്ഞപ്പോ ഓസ്ലോ കരാർ വയലേറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇവര് പാലസ്തീനെ അംഗീകരിച്ചത്. വയലേഷനാണ്. ഇനി ഇസ്രായേൽ അനക്സേഷൻ പറയുകയാണെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ, അത് വയലേഷനാണ്. ഇതും വയലേഷൻ തന്നെയാണ്. പക്ഷെ ഖത്തറിനെ അല്ല ആക്രമിച്ചിരിക്കുന്നത്. ഇനി മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ സെക്യൂരിറ്റിക്കാരന്റെ കാര്യത്തിൽ ഇസ്രായേലിന് നല്ല മനസ്സുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ മാപ്പ് പറയുമായിരിക്കും, എനിക്കറിയില്ല. അതും പറയണമെന്ന് അത് ഇസ്രായേലാണ് തീരുമാനിക്കുന്നത്. ഒരു പൗരൻ, ഒരു ഖത്താറി പൗരൻ മരിച്ചിട്ടുണ്ട്, ഒരു സെക്യൂരിറ്റിക്കാരൻ. അത് ഓക്കെ, അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വീണ ഒരു വീഴ്ചയാണ് എന്ന് പറയുന്നത് മോറലി കറക്റ്റ് ആണ്. ഇപ്പൊ ഞാനല്ലല്ലോ ഇസ്രായേൽ എങ്ങനെ തീരുമാനിക്കണമെന്ന് അല്ലെ എങ്ങനെ പറയണമെന്ന് തീരുമാനിക്കുന്നത്. മറ്റേത് ഒരു നല്ല കാര്യമാണ്. അങ്ങനെ ഓക്കെ, 1 person who is not supposed to be killed or targeted was killed, so we are sorry for it എന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഇസ്രായേൽ പറയുമല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഹമാസ് ഭീകരന്മാര് കൊല്ലപ്പെട്ടതിലോ ഇനി ആശുപത്രി കിടക്കുന്നതിലോ ഒരു കാരണവശാലും അത് ഡെഡ് മെൻ വാക്കിംഗ് ആണ്. അവർ ചെയ്തു വെച്ച October 7 ഒന്നും മൊത്തം ഒരു 5 മിനിറ്റ് പോലും കാണേണ്ട കാര്യമില്ല.